ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്ന അപ്പച്ച, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നീ നല്ലവനും നീ മതിയായവനുമായിരിക്കാലും സ്തോത്രം. നിന്റെ പാതപ്പെടുത്തുന്ന ഒരുത്തരെയും നീ തള്ളിക്കളയുന്ന ദൈവമല്ല അപ്പച്ച. കണ്ണുനീരോട് യാചനയോട് കർത്താവെ സ്തോത്രം കരഞ്ഞുകൊണ്ട് വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ആശ്വാസവും ധൈര്യവും കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്ന, അവരുടെ കണ്ണുനീരെല്ലാം തുടച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ മുറിവുകളെല്ലാം പൊറിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന, ആനന്ദ തൈലത്താൽ അഭിഷേകിക്കുന്ന ഒരു നല്ല ദൈവം നീ ആയിരിക്കാലും സ്തോത്രം. നിന്റെ പൊന്നുപാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി ഈ അതിരാവിലെ സമയത്ത് ഇരുട്ടോടെ കടന്നു വരുവാൻ എൻ്റെ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയല്ലോ, ഞങ്ങൾക്കൊരു ജീവൻ തന്നല്ലോ, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി സ്തോത്രം. അപ്പോൾ ഇന്നലെ കടന്ന് എത്രയോ പേര് ഇന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ രോഗികളായി മാറിയിരിക്കുന്നു. അനേകർ മരണം വഴിയായി പോയിരിക്കുന്നു. ஆனால் ഞങ്ങൾക്കോ കർത്താവ് ജീവനും ബലനും തന്ന് അതിരാവിലെ ഞങ്ങൾ തട്ടി എഴുന്നേൽപ്പിച്ച് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ വന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നന്മകളെ ഓർക്കുവാൻ, ഞങ്ങളെ നടത്തി വന്നതെ ഓർക്കുവാൻ, ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, നന്ദി പറയുവാൻ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം എൻ്റെ ദൈവം തന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, ഞങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മുഖത്ത് നിന്റെ തൃക്കരം നീട്ടിയിരിക്കണം. നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് ഞങ്ങൾക്ക് വേണ്ടത്രത്തോളം തന്ന് ഞങ്ങളെ തൃപ്തിപ്പെടുത്തണം. ഒരുത്തർക്ക് ഒരു കഷ്ടമോ കണ്ണുനീരോ വേദനയോ പാടുകളോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരു കുടുംബത്തിലും കരച്ചിലോ പുലമ്പലോ ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോരുത്തരെയും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം. ഇന്നെൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണം. ഒരുത്തരും ആരുടെയും മുന്നിൽ പോയി കൈനീട്ടുവാൻ, കടം മേടിക്കുവാൻ, കഷ്ടപ്പെടുവാൻ, ആവശ്യമില്ലാത്ത ഒരു കർത്താവെ നഷ്ടമുണ്ടാകുവാൻ ദൈവം സമ്മതിക്കരുത്. ആപത്തനർത്ഥങ്ങളൊന്നും നിന്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ ദൈവം സമ്മതിക്കരുത്. ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, കർത്താവേ സ്തോത്രം, ഞങ്ങളെ പിടിച്ച് നടത്തുന്ന കരം, ഞങ്ങളെ താലോലിക്കുന്ന കരം, ഞങ്ങളെ കർത്താവെ സൂക്ഷിക്കുന്ന കരം, ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നീ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഒരു കുടുംബമായി, ഒരപ്പന്റെ മക്കളായി, ഒരു രക്തത്തിന്റെ അംശികളായി ഞങ്ങൾ ഒന്നിച്ച് കർത്താവേ സ്തോത്രത്തിന്റെ പാദത്തിലിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി പല രാജ്യങ്ങളിൽ ഞങ്ങൾ ഇരുന്നാലും കർത്താവേ സ്തോത്രം എവിടെ ഇരുന്നാലും ഞങ്ങൾ ഒരപ്പന്റെ മക്കളായി ആ ദൈവ സ്നേഹത്തോട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കാണാത്തവർ, കണ്ടവർ, എന്നെ അറിഞ്ഞവർ, അറിയാത്തവർ അനേകർ രംഗത്തുണ്ട് കർത്താവേ. അവരാരായിരുന്നാലും ദേശത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ കരം എൻ്റെ മക്കൾക്ക് അനുകൂലമായി നീട്ടണം. അവരുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് കർത്താവേ അവർക്ക് നീ അനുകൂലമായി ഇറങ്ങണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്ക് ഇതൊരു ആപത്തായിട്ടോ നഷ്ടമായിട്ടോ തീരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന പ്രയാസങ്ങളും ഞങ്ങൾ ഒരുക്കുന്ന സമയങ്ങളും ഇതിനു വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ഒന്നും ഞങ്ങൾക്ക് നഷ്ടമായി പോരുത് പച്ച. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമായി മാറുവാൻ കർത്താവേ നീ നിങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതി നീ മാറ്റിയല്ലോ. അതേപോലെ ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ സ്നേഹിതർക്ക് വേണ്ടി സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനായിരിക്കാലും സ്തോത്രം. അത്രത്തോളം നടത്തിയല്ലോ, നടത്തി വന്നല്ലോ, അതിനായി സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചിരിക്കുന്ന, ടെലിഫോൺ മൂലമായി നേർമുഖമായി സംസാരിച്ചിരിക്കുന്ന, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് കരയുന്നു. കുഞ്ഞുങ്ങളുടെ കർത്താവേ ഭാവി ജീവിതം തകർന്നു കിടക്കുന്നു. ജോലിയില്ല, വിവാഹം നടക്കില്ല, പല രീതിയിൽ കണ്ണുനീരോട്, കഷ്ടത്തോട്, വേദനയോട് നെടുവീർപ്പെടുന്ന അപ്പനമ്മമാർ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങൾ അനുസരിക്കാതെ അപ്പനെ അമ്മ എതിർത്ത് സംസാരിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ദൈവനാമത്തിന് വിരോധമായി കർത്താവെ പാപത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നു, ദൈവത്തെ തള്ളിക്കളയുന്നു. അങ്ങനെയുള്ള സ്ഥിതി എല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. കുഞ്ഞുങ്ങളെല്ലാം മാതാപിതാക്കൾക്ക് ആശ്വാസമായി മാറട്ടെ പച്ച, അനുഗ്രഹത്തിന്റെ സന്തതികളായി മാറട്ടെ പച്ച. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മുഖത്തും സ്വർഗത്തിന്റെ കരമൊന്ന് നീട്ടണമേ, കലവറ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വൻകാര്യം ചെയ്താട്ട് അതിനെയും ബലപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പുനഃനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1209 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തി, ഇനി ദൈവം നമ്മളെ നടത്തും. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മുന്നേ വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എന്നുള്ളത് അനേകരുടെ ജീവിതത്തിൽ ഇല്ല. അതും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അനേകരുടെ ജീവിതത്തിൽ ഇല്ല. അത് കർത്താവിന് സ്തോത്രം. മറ്റുള്ള സമുദായങ്ങളുള്ളവരെല്ലാം അത് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ ഹിന്ദുക്കൾ എല്ലാവരുമേ അതിരാവിലെ 4 മണിക്കെല്ലാം പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വീടെല്ലാം പെറുക്കി തുടിച്ച് വെള്ളമെല്ലാം തളിച്ച് അവർ വാതക്കലിൽ കോളമെല്ലാം വരയ്ക്കും. രാവിലെ പോയി അവർ ദൈവത്തെ അവർ കുളിച്ചേച്ച് വന്ന് ദൈവത്തിന് അവർ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തതിന് ശേഷമേ അവിടെ അടുപ്പ് കത്തിക്കത്തുള്ളൂ. അതുപോലെ മുസ്ലിങ്ങളെ നോക്കിയാൽ അവരും 5 പേർ നേരവും നന്നായിട്ട് ദൈവസ്ഥലത്തിൽ പോയി അവർ ദൈവത്തെ വിളിച്ച് തൊഴുക ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യാനികളായിരിക്കുന്ന, അത് ഈ ബന്ധക്കോസുകാരായിരിക്കുന്ന, ഈ പാരമ്പര്യത്തിലിരിക്കുന്നവരുടെ ചിലപ്പോൾ അതിരാവിലെ എഴുന്നേക്കുമായിരിക്കും. ഈ ബന്ധക്കോസിന്റെ അനുഭവത്തിരിക്കുന്നവരാണ് ഈ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ മടിക്കുന്നത്. എഴുന്നേറ്റ് അതൊരു കടമയ്ക്ക് വേണ്ടി 2 വാക്കിൽ ഒരു പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് അങ്ങ് ഓടി അങ്ങ് പോവാണ്.
അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ദൈവസന്നിധാനത്തിൽ ഇരിക്കണം. ഒരു പകൽ 12 മണിക്കൂർ ദൈവം നമ്മളെ നടത്തണം. 12 മണിക്കൂർ ദൈവം നമ്മളെ നടത്തണം. ആ സമയങ്ങൾ ആപത്തുകളും അനർത്ഥങ്ങളും ഒത്തിരി നിറഞ്ഞതാണ്. ആ 12 മണിക്കൂറിനകത്ത് ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അന്ന് പലരെ നമ്മൾ കാണണം, പല വഴിക്കോട്ട് നമ്മൾ പോകണം, പല കാര്യങ്ങൾ നമ്മൾ ഇടപെടണം. ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ജോലിക്ക് പോകണം, പഠിക്കാൻ പോകണം, യാത്ര ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് നമുക്ക് വല്ലവർക്കും കാശ് കൊടുക്കാനുണ്ടായിരിക്കും, കടക്കാർ കാണുമായിരിക്കും. ഇങ്ങനെ പല വിഷയത്തിന്റെ മധ്യയിലാണ് 12 മണിക്കൂർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്തെല്ലാം ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവം നടത്തണമെങ്കിൽ രാവിലെ ഇരുട്ടോട് ദൈവത്തെ വിളിക്കണം, ദൈവത്തിന് നമ്മളെ പരമേൽപ്പിക്കും. ഇവിടെ 5-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്, യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ. അപ്പൊ നമ്മൾ വാക്ക് പറഞ്ഞെങ്കിലല്ലേ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പറ്റത്തുള്ളൂ. യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അപ്പൊ ദൈവസന്നിധിയിൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ യാചനകളെല്ലാം, നമ്മുടെ ധ്യാനമെല്ലാം ദൈവസന്നിധിയിൽ അർപ്പണിച്ചെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ എന്റെ സങ്കടയാചന കേൾക്കണമേ. ഒவ்வொரு രാവിലെ എഴുന്നേറ്റിട്ടോട് നമ്മുടെ സങ്കട യാചന അറിയിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ദൈവം മാത്രമേ ഉള്ളൂ. മറ്റാരോടും പോയി നിങ്ങൾ പറയരുത്. ഒരു മനുഷ്യനെ കാണുന്നതിന് മുന്നേ, ഒരു മനുഷ്യനോട് സംസാരിക്കുന്നതിന് മുന്നേ, ഒരു മനുഷ്യന്റെ മുഖം നിങ്ങൾ നോക്കുന്നതിന് മുന്നേ ദൈവത്തിന്റെ മുഖത്തെ നിങ്ങൾ നോക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തിന്റെ അരികത്ത് പോകണം. എല്ലാം പകലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങൾ അങ്ങ് ഏൽപ്പിച്ച് വൈകിട്ടത്തെ പ്രാർത്ഥന വേറെ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഒരു മനുഷ്യനോടല്ല, കുതിരകളോടല്ല, രഥങ്ങളോടല്ല, ഒരു വിഗ്രഹത്തെ വെച്ചുകൊണ്ടല്ല, വേറൊരു ദൈവത്തോടല്ല, നിന്നോടല്ലയോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണേ. അപ്പൊ രാവിലത്തെ പ്രാർത്ഥന അപ്പച്ചന് ഒത്തിരി ഇഷ്ടമാണ്. കർത്താവിടെ പറഞ്ഞത്, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. വാ കഴുകാതെ, മുഖം കഴുകാതെ, കർത്താവിന് സ്തോത്രം ഒന്ന് എഴുന്നേറ്റ് നടന്ന് നമ്മുടെ കടമകളൊന്ന് ചെയ്തൊന്ന് കുറച്ചൊക്കെ നിങ്ങൾ ശുദ്ധം ചെയ്തെങ്കിലേ പ്രാർത്ഥിക്കാൻ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും ചെയ്യാതെ ചുമ്മാ എഴുന്നേറ്റ് ആ ഈത്തവായും വെച്ചോട് നമ്മൾ കർത്താവെ സ്തോത്രം, കർത്താവ് പ്രാർത്ഥന കേൾക്കത്തില്ല. ഇതിനെല്ലാം ഒരു ഒരുക്കം വേണം, ഒരു ടൈം നമ്മൾ ക്രമീകരിക്കണം. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ദൈവത്തിന് അറിയാം ഈ സമയത്ത് ഞാൻ എഴുന്നേൽക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് എന്നെ ഒരു 4 മണിക്കൊന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് 4 മണിക്ക് എഴുന്നേൽപ്പിക്കും. എന്നെ 5 മണിക്ക് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞാൽ 5 മണിക്ക്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയ്ക്കും അലാറം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് എവിടോട്ട് പോകണോ, എന്ത് ചെയ്യണോ, ആ സമയം പറഞ്ഞു കിടക്കും. കർത്താവ് ആ സമയത്തിന് അരമണിക്കൂറിലെ 1 മണിക്കൂർ മുന്നേ ദൈവം എഴുന്നേൽപ്പിക്കും കറക്റ്റായിട്ട്. എന്തെന്ന് വെച്ചാൽ അങ്ങേര് ഉറങ്ങുന്നതുമില്ല, മയങ്ങുന്നതുമില്ല. നമ്മുടെ ദൈവം ഉറങ്ങുന്നതുമില്ല. നമ്മൾ കൂർക്കമലിച്ചുറങ്ങുക, കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എൻ്റെ കിടക്കയിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഒരാപത്ത് പോലും എനിക്ക് വരരുത്, ഒരു അനർത്ഥം പോലും എനിക്ക് വരരുത്. രാത്രി വരുന്ന ഒരു ദുഷ്ടന്റെ ഒരു സങ്കടവും വേദന ഒന്നും എന്നെ തൊടാതെ രാത്രിയും പകലും എനിക്ക് വേണ്ടി ഉറങ്ങാമലും അതെ മയങ്ങാമലും കാത്തിരുന്ന് എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. ഈ ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഈ കാത്തിരിക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തെ സ്നേഹിക്കൂടിയ നല്ല ഹൃദയം നിങ്ങൾക്കുണ്ടോ? ദൈവത്തെ വിളിക്കുവാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടോ? ദൈവത്തോട് ആത്മാർത്ഥമായി സംസാരിക്കുവാൻ, ആത്മാർത്ഥമായി ദൈവത്തിന് അരികത്തുനിന്ന് കടന്നിച്ചുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതം തകരാൻ കാരണം എന്തുവാ? നിങ്ങൾ നശിക്കാൻ കാരണം എന്തുവാ? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യത്തിൽ നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. ഈ വചനങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നില്ല, നമ്മൾ ഏറ്റുകൊള്ളുന്നില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമ്മളെ സമർപ്പിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെല്ലാം ആരംഭമെല്ലാം കൂടി എടുത്ത് നോക്കിയാൽ ദൈവമേ ഞങ്ങൾ നടത്തി വന്ന വിധങ്ങൾ, ദൈവം ഞങ്ങളെ സ്നേഹിച്ചത്, ദൈവം ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ, ഇന്ന് ഞങ്ങളെ വെച്ചിരിക്കുന്നതെല്ലാം ചിന്തിച്ചാൽ വർണ്ണിക്കാനോ വിവരിക്കാനോ എനിക്ക് നാളുകൾ പോരാ. ഈ ലോകത്തിലുള്ള മുഴുവൻ മഷിയും പേപ്പറും മേടിച്ചാലും എൻ്റെ ദൈവം ചെയ്തത് എഴുതി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലാണ് എൻ്റെ ദൈവം നടത്തിയത്. ദൈവമല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് ആശ്രയം വരാറില്ല. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഈ ലോകത്തിൽ എനിക്ക് ആരും ആശ്രയിക്കാനില്ല. എൻ്റെ ദൈവമല്ലാതെ എനിക്ക് ഈ ലോകത്തിൽ ഒരുത്തർ പോലും ഇല്ല. ആ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, ആ ദൈവത്തെ ഞാൻ സ്നേഹിച്ചു, ആ ദൈവത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുത്തു, എൻ്റെ ഭവനത്തെ വിട്ടുകൊടുത്തു, എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്തു. ഞങ്ങളെ മുഴുവനുമായി ദൈവത്തിനോട് സമർപ്പിച്ചപ്പോൾ, ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ, കരയാൻ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളെ വിട്ട് പോകത്തില്ല. ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് അതിൻ്റെ സമയത്ത് ഞങ്ങൾക്കെല്ലാം തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഇതുവരെയ്ക്കും ഒരു മനുഷ്യന്റെ മുന്നേ പോയി കൈനീട്ടാതെ, ഒരുത്തന്റെ പടിവാതിക്കൽ എൻ്റെ കുഞ്ഞുങ്ങൾ പോയി നിൽക്കാതെ, എൻ്റെ
എൻ്റെ കർത്താവ് ഞങ്ങളെ മാനിക്കുന്നു, ഞങ്ങളെ നടത്തുന്നു. ആ സന്തോഷത്തോട് അനുഭവപൂർവ്വമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കട യാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്ന പച്ച. ഈ ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എവിടെയും നിങ്ങൾ ലജ്ജിക്കയില്ല, എവിടെയും നിങ്ങൾ നാണിക്കയില്ല, എവിടെയും നിങ്ങൾ തലകുനിയും കർത്താവ് സമ്മതിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്തപ്പച്ച തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 1209 ദിവസം അതിരാവിലെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുട്ടോടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ, എല്ലാവരും നിന്റെ തൃപ്പാദത്തിൽ കൊടുക്കുവാൻ, എല്ലാവർക്കും വേണ്ടി കരയുവാൻ, എല്ലാവരെയും നിന്റെ പാദപീഠത്തിൽ കൊണ്ട് വയ്ക്കുവാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ. കേരളത്തിൽ ഒത്തിരി പേരുണ്ട് പച്ച, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എണ്ണാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട് പച്ച, രാജ്യങ്ങളുടെ പല വിവിധ ഭാഗങ്ങളിൽ, എല്ലാ കൺട്രികളിലും, ലോകം മുഴുവനും ഈ പ്രാർത്ഥന പോകുന്ന കർത്താവേ. ലോകമെമ്പാടും ഇരിക്കുന്ന ലക്ഷക്കണക്കാന ജനങ്ങൾ കർത്താവെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഈ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ. അവരുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന്റെ ഒരു വൻകരം പ്രവർത്തിക്കുന്നതെ കാണുവാൻ, അനുഭവിക്കുവാൻ, രുചിക്കുവാൻ എൻ്റെ കർത്താവ് കൃപ തരണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ആരായിരുന്നാലും കർത്താവെ, അവരേത് ജാതിയോ, ഏത് സമുദായമോ, ഏത് ഗോത്രമോ, ഏത് കുലമോ ആരായിരുന്നാലും, ആരുടെ ഭവനത്തിൽ ഈ പ്രാർത്ഥനയുടെ ശബ്ദം ധ്വനിക്കുന്നോ അവിടെ ദൈവം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ കാവൽ ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ സ്നേഹം അവിടെ ഉണ്ടായിരിക്കണം. നിന്റെ കാവലും നിന്റെ സൂക്ഷിപ്പും ആ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്ത് പോലും വരുവാൻ, അനർത്ഥം പോലും വരെ കർത്താവ് സമ്മതിക്കരുത്. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണങ്ങൾ ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങൾ തകരുവാൻ, കേസിനും വഴക്കിനും വക്കീലിനും കൊടുത്ത് കുഞ്ഞുങ്ങൾ നശിക്കുവാൻ, കർത്താവെ പലിശയ്ക്ക് കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ തകരുവാൻ, നശിക്കുവാൻ ദൈവമേ നീ സമ്മതിക്കരുത് പച്ചാം. നിന്റെ കുഞ്ഞുങ്ങളുടെ അധ്വാന ഫലം അവരനുഭവിക്കാനുള്ള ഭാഗ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണമേ. അവർ ചെയ്യുന്ന കർത്താവ് എല്ലാ വേലകളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ കരങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഉറവിടത്തിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം അധികമധികമായി രുചിക്കുവാനും അനുഭവിക്കുവാനും കർത്താവ് നീ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ദൈവദാസനകത്തുണ്ട് കർത്താവെ, ഒത്തിരി പേരിനകത്തുണ്ട് ദൈവമേ. അവരെല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വെച്ച ഒത്തിരി യൗവനക്കാർ കുഞ്ഞുങ്ങളുണ്ട്. അവിടെ യൗവന പ്രായത്തില് ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ കർത്താവെ സ്നേഹിക്കുവാൻ, അനുസരിക്കുവാൻ, ദൈവവചനത്തെ പിടിക്കുവാൻ, ദാവീദെ പോലെ, യാക്കോബെ പോലെ, ജോശുവയെ പോലെ, കർത്താവ് വേദത്തിലിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ പോലെ അവർ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ അവർക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. അപ്പനെ അമ്മയെ സ്നേഹിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, വചനത്തെ അനുസരിക്കാനുള്ള കൃപ കൊടുക്കണമേ, കൃപയിൽ നിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കണമേ. നിന്റെ സമൂഹത്തെ വിട്ട് അങ്ങോട്ടും കൊണ്ട് പോകുവാൻ, ലോകത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിന്റെ ഇൻപങ്ങളെ കണ്ട് മയങ്ങിപ്പോകുവാൻ, പാപത്തിൽ വീഴുവാൻ, പാപത്തിന്റെ വലയിൽ വീഴുവാൻ ദൈവം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിച്ചാട്ട്. രോഗികളായി ക്ഷീണിതരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ എല്ലാ ശരീരത്തിൽ ആവശ്യമുള്ള ശരീര സൗഖ്യത്തെയും ആരോഗ്യത്തെയും കൊടുക്കണമേ, ദീർഘായുസ് കൊടുക്കണമേ. ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ പരിപൂർണ്ണ സൗഖ്യം എൻ്റെ കർത്താവ് കൊടുക്കണമേ. പല രീതിയിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കിടക്കയെ മാറ്റി വിരിക്കണമേ. കർത്താവെ, ദരിദ്രത്തിലും പട്ടിണിയിലും വേദനയിലും കിടക്കുന്ന കുഞ്ഞുങ്ങൾ, സങ്കടത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ആശ്വാസവും ധൈര്യവും കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്നു കൊടുക്കണമേ. ഒരു കുടുംബത്തിലും പട്ടിണിയോ കഷ്ടമോ പ്രയാസങ്ങളോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഏതെല്ലാം കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചിരിക്കുന്നു, മക്കളും മാതാപിതാക്കളും ഭിന്നിച്ചിരിക്കുന്നു, സഹോദരങ്ങൾ ഭിന്നിച്ചിരിക്കുന്നു, അവിടെ എല്ലാം ദൈവത്തിന്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദൈവസഭയിലും എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എവിടെല്ലാം നിന്റെ കരം ചലിക്കണമോ, എവിടെല്ലാം നിന്റെ കരം പ്രവർത്തിക്കണമോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്റെ കരം ഒന്ന് നീട്ടണമേ. ആ കരത്തെ ഒന്ന് ചലിപ്പിക്കണമേ. നിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണമേ. നിന്റെ ഹൃദയത്തിൽ നിന്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവും എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കട യാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വിളിക്കുവാനും കരയുവാനും പറയുവാനും കർത്താവേ, ഞങ്ങളുടെ വേദനകൾ അറിയിക്കുവാൻ വേറെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ആരുമില്ല. നീ മാത്രമാണ് ഞങ്ങളുടെ അഭയം, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ, നീ മാത്രമാണ് ഞങ്ങളുടെ വിടുതൽ. അപ്പാ, നീ അല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ വേറെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ. അതുകൊണ്ട് യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്ന പച്ച, നീ അല്ലാതെ എനിക്ക് സഹായത്തിന് ആരുമില്ല, നീ അല്ലാതെ എന്നെ വിടിവിപ്പാൻ ആരുമില്ല, നീ അല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പച്ച, കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൈവിടുന്ന ദൈവമല്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നവനായിരിക്കാലും സ്തോത്രം. നിന്റെ രക്ഷയുടെ കരത്തിലേക്ക് എല്ലാവരും ഞാൻ പരമേൽപ്പിക്കുകയാണ്. എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുകയാണ്.
നീ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു മനുഷ്യന്റെ മുന്നിൽ ഇന്നെന്റെ കുഞ്ഞുങ്ങൾ പോയി കൈനീട്ടുവാൻ വിടരുത്. ആരുടെ പടിവാതിക്കലും നിൽക്കുവാൻ നീ സമ്മതിക്കരുത്. ഒരു കടക്കാരനും വന്ന് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ, ഭീഷണിപ്പെടുത്തുവാൻ ദൈവം സമ്മതിക്കരുത്. പക്ഷേ ഒരു കണ്ണും കലങ്ങരുത്, ഒരു മുഖവും പാടരുത്, ഒരു വയറും പട്ടിണിയായി കാലിയായി ഇരിക്കരുത്. ഒരു കുടുംബത്തിലും കണ്ണുനീരോ വേദനയോ പ്രയാസമോ നെടുവീർപ്പോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാരെയും കാക്കണമേ, എല്ലാരെയും സൂക്ഷിക്കണമേ. ദേശത്തിൽ എവിടെ ഇരുന്നാലും, ഏത് രാജ്യത്തിലിരുന്നാലും, ഏത് സിറ്റുവേഷൻ ഇരുന്നാലും അവിടെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. കർത്താവേ സ്തോത്രം. ഒരനർത്ഥം പോലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കരുത്. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. നീ പ്രാർത്ഥനനായി സ്തോത്രം. ഈ വചനങ്ങളും ഈ പ്രാർത്ഥനയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അനുകൂലമായി മാറുവാൻ, സന്തോഷവും സമാധാനം അനുഭവിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് നിമിത്തം ഉണ്ടാകുന്ന സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി ഈ വാക്യങ്ങൾ വായിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ്.